ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ VK സാറാണ്. നമുക്കറിയാം ഓണപരീക്ഷയ്ക്ക് ആദ്യത്തെ 3 ചാപ്റ്റർ ആണ് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് ആസ് പെർ സിലബസ്. ഈ ചാപ്റ്ററിൽ തന്നെ ഒരുപാട് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടുവരാറുള്ളത് ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്കറിയാം ആദ്യത്തെ 3 ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാർ ഇന്ന് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ചോദ്യത്തിലോട്ട് പോവാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ബാങ്കിങ് ഈസ് ഡാഷ്. ബാങ്കിങ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ബാങ്കിങ് എന്നാണ് ചോദ്യം. പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി, ടേർഷ്യറി ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ഇതൊരു വ്യവസായമല്ല, നോട്ട് എൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം പ്രൈമറി ഇൻഡസ്ട്രിയിലും സെക്കൻഡറി ഇൻഡസ്ട്രിയിലും നടക്കുന്ന വ്യവസായങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ടേർഷ്യറി ഇൻഡസ്ട്രി ആണ് റൈറ്റ് ആൻസർ. ബിക്കോസ് എന്താണ്, ആദ്യത്തെ 2 ഇൻഡസ്ട്രിയിലേക്കും എന്ത് കൊടുക്കുന്നതാണ് ടേർഷ്യറി ഇൻഡസ്ട്രി, സപ്പോർട്ട് സർവീസ് ആണ് അല്ലേ. അപ്പോൾ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എന്താണ്, ഫണ്ടുകളാണ്. ഏതൊരു ബിസിനസ് നടക്കുന്നതിനും എന്താവശ്യമായിട്ടുണ്ട്, ഒരുപാട് ഫണ്ടുകൾ ആവശ്യമായിട്ടുണ്ട്. സോ ആ സപ്പോർട്ട് സർവീസ് ഒക്കെ കൊടുക്കുന്നതാണ് നമ്മൾ എന്ത് വിളിക്കുക, ടേർഷ്യറി ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ തൃതീയ മേഖലാ വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, ട്രേഡ് ബിറ്റ്വീൻ 2 persons ബിലോങ് ടു ദ സെയിം കൺട്രി. അതായത് ഒരേ രാജ്യത്തുള്ള 2 പേര് തമ്മിൽ ട്രേഡ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രേഡിനെ എന്ത് വിളിക്കുന്നു, എക്സ്റ്റേണൽ ട്രേഡ്, ഇന്റേണൽ ട്രേഡ്, ഫോറിൻ ട്രേഡ്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡ്. ഏതാണ് റൈറ്റ് ആൻസർ? നമുക്കറിയാം ഇന്റേണൽ ട്രേഡ് ആണ്. ഇന്റേണൽ ട്രേഡിനെ മറ്റൊരു പേര് വിളിക്കുന്നു ഹോം ട്രേഡ് എന്നും കൂടി പറയാറുണ്ട്. നോട്ട് ചെയ്യണേ, ഇന്റേണൽ ട്രേഡിനെ ഹോം ട്രേഡ് എന്നും കൂടി വിളിക്കാറുണ്ട്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മൈനിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ഇൻഡസ്ട്രി. മൈനിങ് എന്ന് പറയുന്നത് ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ട മേഖലയാണ്, അല്ലെങ്കിൽ ഏത് തരം വ്യവസായങ്ങളിൽ പെട്ടതാണ്? നമുക്കറിയാം വ്യവസായങ്ങളെ നമ്മൾ 3 തിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിനെ 3 നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് ടേർഷ്യറി ഇൻഡസ്ട്രി അല്ലേ. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി ഇൻഡസ്ട്രി. സോ പ്രൈമറിയിൽ വരുന്നതാണല്ലോ എന്തെന്ന് പറഞ്ഞാൽ മൈനിങ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, മാനുഫാക്ചറിങ്, ജനറ്റിക്, എക്സ്ട്രാക്റ്റീവ്, ടേർഷ്യറി. ഇതിൽ തന്നെ നമുക്ക് മാനുഫാക്ചറിങ് ഒഴിവാക്കാം, അതേപോലെ തന്നെ ടേർഷ്യറിയും ഒഴിവാക്കാം. സോ ജനറ്റിക് ആണോ അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റീവ് ആണോ എന്ന ചോദ്യം. ജനറ്റിക്കിൽ നമുക്കറിയാം റീപ്രൊഡക്ഷനും മൾട്ടിപ്ലിക്കേഷനും ആണ് നടക്കുന്നത് അല്ലേ. റീപ്രൊഡക്ഷനും അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും ആണ് ഇവിടെ നടക്കുന്നത്, ജനറ്റിക്കിൽ നടക്കുന്നത്. സോ ആൻസർ സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം, എക്സ്ട്രാക്റ്റീവ് ആണ്. മൈനിങ് ഒക്കെ എക്സ്ട്രാക്റ്റീവ് ആണ് അല്ലേ. നമുക്കറിയാം കോളും അതേപോലെ തന്നെ സ്വർണം ഈ പറയുന്ന ഖനനം ചെയ്യാന്നുള്ളതാണ് മൈനിങ് എന്ന് വരുന്നത്. സോ അത് എക്സ്ട്രാക്റ്റീവ് ആണ്, പ്രൈമറി ഇൻഡസ്ട്രിയിലെ എക്സ്ട്രാക്റ്റീവ് വരുന്നതാണ്. സോ റൈറ്റ് ആൻസർ എക്സ്ട്രാക്റ്റീവ് ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് ഡാഷ്. അതായത് ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പഠിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൺസ്യൂമറിലേക്ക് എത്തുന്നത് വരെയുള്ള ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അത് നമുക്കറിയാം കൊമേഴ്സ് ആണ്. സോ ആ പ്രോസസ്സിനിടയിൽ തന്നെ ഒരുപാട് തടസ്സങ്ങൾ വരുന്നുണ്ട്. സോ ഇവിടെ ചോദ്യം ഏതാണ്, ട്രാൻസ്പോർട്ട് അല്ലേ. ട്രാൻസ്പോർട്ടേഷൻ നമുക്കറിയാം ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ രീതികളുണ്ട്. ബൈ റോഡ് ആവാം, റെയിൽ ആവാം, വാട്ടർ ആവാം, ഒരുപാട് രീതികളുണ്ട്. അതിൽ തന്നെ ഏത് തടസ്സത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്പോർട്ടേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്? പ്ലേസ് എന്ന് പറയുന്നുണ്ട്, ടൈം, റിസ്ക്, ഫിനാൻസിങ്. ഇതിൽ റിസ്ക്കും ഫിനാൻസും എല്ലാം നമുക്കറിയാം. സോ സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക പ്ലേസ് ആണ്. നമുക്കറിയാം പ്രൊഡക്ഷൻ ചെയ്യുന്നത്, ഒരു ഗുഡ്സ് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു സ്ഥലത്താവാം, അത് വിൽക്കുന്നത് വേറൊരു സ്ഥലത്താവാം. സോ ട്രാൻസ്പോർട്ടേഷൻ എന്ത് റിമൂവ് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഗുഡ്സ് ക്യാരി ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. സോ നോട്ട് ചെയ്യുക, ട്രാൻസ്പോർട്ടേഷൻ റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ കോസ് ഓഫ് ബിസിനസ് റിസ്ക്. നമുക്കറിയാം ബിസിനസ് റിസ്ക് ഉണ്ടാവാൻ 4 കാരണങ്ങളാണുള്ളത്: എക്കണോമിക് കോസ്, നാച്ചുറൽ കോസ്, ഹ്യൂമൻ കോസ് ആൻഡ് അതർ കോസസ്. അപ്പൊ നമുക്കറിയാം ഇവിടെ ചോദ്യം ഇതാണ്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് നാച്ചുറൽ കോസുമായി ബന്ധപ്പെട്ട ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്? അതായത് പ്രകൃതിപരമായിട്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം റൈറ്റ്സ്, അല്ലെങ്കിൽ ലെവി ഓഫ് ഹയർ ടാക്സസ്, സ്ട്രൈക്സ് ആൻഡ് എർത്ത് ക്വേക്സ്. സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. എന്താണ്? ഭൂമി കുലുങ്ങുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ നാച്ചുറൽ കോസ് ഓഫ് ബിസിനസ് റിസ്ക് അല്ലെ. ഭൂമി കുലുങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും കെട്ടിടത്തിനോ അല്ലെങ്കിൽ ഗുഡ്സിനോ എന്തെങ്കിലും തകരാറ് പറ്റുന്നതോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്നതാണ് ഈ പറയുന്ന നാച്ചുറൽ കോസ് ഓഫ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. റിസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോസിബിലിറ്റി ഓഫ് ലോസ് ആണ് അല്ലെ. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഉണ്ടാവുന്ന ഇവന്റുകൾ മൂലമോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്ന എന്തെങ്കിലും ഇവന്റുകൾ മൂലം ഉണ്ടാവുന്ന നഷ്ടങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. അത് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആ ഭാഗത്ത് നിന്ന് വരാറുണ്ട്, ബിസിനസ് റിസ്കിന്റെ ഭാഗത്ത് നിന്ന് കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദ ലാബിലിറ്റി ഓഫ് സോൾ ട്രേഡർ. ഏകാംഗ വ്യവസായത്തിന്റെ അല്ലെങ്കിൽ ഏകാംഗ വ്യാപാരത്തിന്റെ സോൾ ട്രേഡർ അല്ലേ, അത് നടത്തുന്ന ആൾ പറയുന്ന പേരാണ് സോൾ ട്രേഡർ എന്ന് പറയുന്ന ആളാണ്. അപ്പം ആ ട്രേഡറുടെ, സോൾ ട്രേഡറുടെ ലാബിലിറ്റി എന്തായിരിക്കും എന്നാണ് ചോദ്യം. ലിമിറ്റഡ് ആണോ,
അൺലിമിറ്റഡ് ആണോ, പാർട്ട്ലി ലിമിറ്റഡ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? നമുക്കറിയാം അൺലിമിറ്റഡ് ലാബിലിറ്റി ആണ്. സോൾ ട്രേഡർ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം അവിടെ ഒരാളായിരിക്കും ആ ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആരാണ്? ഒരാളിലേക്കായിരിക്കും. അതിനെയാണ് നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദ ബിസിനസ് ഓപ്പറേഷൻസ് ഇൻ എ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഈസ് കൺട്രോൾഡ് ബൈ HUF. നമുക്കറിയാം ഓൾഡസ്റ്റ് ഫോം ഓഫ് ബിസിനസ് ഒരു ഫോം ആണ് എന്തെന്ന് പറഞ്ഞാൽ HUF, ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ബിസിനസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതും ഓപ്പറേഷൻസ് എല്ലാ ഡിസിഷൻ മേക്കിംഗ് എല്ലാം എടുക്കുന്ന ആരാണ്? കർത്തയാണ് അല്ലേ. നമുക്കറിയാം എൽഡസ്റ്റ് മെമ്പറെ പറയുന്ന പേരാണ് കർത്ത എന്ന്, ബാക്കിയുള്ള മെമ്പേഴ്സിനെ പറയുന്ന പേരാണ് കോ പാർട്ട്ണർ എന്ന്. നോട്ട് ചെയ്യണേ, കോ പാർട്ട്ണറും കർത്തയുമാണ് എവിടെയുള്ളത്? HUF-ലുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്? താഴെ ഒരു 4 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ബിസിനസിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? ഓപ്ഷൻ 1 സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആണോ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, സിംഗിൾ ഓണർഷിപ്പ് ആണോടാ? ട്രാൻസ്ഫർ ഓഫ് മെമ്പർഷിപ്പ്, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ആലോചിക്കണേ. മെമ്പർഷിപ്പ് ബൈ ബർത്ത്, അതായത് ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ എന്തായി? അതിൽ മെമ്പറായി അല്ലേ. ഇനി രജിസ്ട്രേഷൻ ഇസ് കമ്പൽസറി, രജിസ്ട്രേഷൻ കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇതിൽ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത് ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ബിസിനസിന്റെ? നമുക്കറിയാം മെമ്പർഷിപ്പ് ബൈ ബർത്ത് ആണ് അല്ലേ. ഒരാൾ ആ ഫാമിലിയിൽ ജനിച്ച ആൾ എന്തായി? അതിൽ മെമ്പറായി എന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട്, നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം കൂടി എന്താക്കുക, നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ ബിസിനസ് വിച്ച് ഈസ് ബ്രോട്ട് ഇൻ ടു എക്സിസ്റ്റൻസ് ബൈ എ സ്പെഷ്യൽ ആക്ട് ഓഫ് ദി പാർലമെന്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. എന്ന് വെച്ചാൽ പാർലമെന്റിന്റെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെയോ പ്രത്യേക നിയമപ്രകാരം ഫോം ചെയ്യുന്ന ഒരു എന്റർപ്രൈസ് ഉണ്ട്, പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ഉണ്ട്. ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം പബ്ലിക് കോർപ്പറേഷൻസ് ആണ്. പബ്ലിക് കോർപ്പറേഷൻ എന്ന് കേൾക്കുമ്പോൾ ഡൗട്ട് അടിക്കണ്ട, അതിനെ മറ്റൊരു പേരും കൂടി വിളിക്കുക. എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് എന്ന് കൂടി പറയാറുണ്ട് അല്ലെ. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് എന്ന് കൂടി പറയാറുണ്ട്. ഒന്നെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ പബ്ലിക് കോർപ്പറേഷൻസ് പറയാം. പാർലമെന്റിന്റെയോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെയോ പ്രത്യേക ആക്ട് ഫോം ചെയ്തിട്ടാണ് ഈ പറയുന്ന പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ഫോം ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഡിസൈഡഡ് ടു സെൽ ഷെയർസ് ഇൻ ടെലികോം ഡിപ്പാർട്ട്മെന്റ് ടു പ്രൈവറ്റ് സെക്ടർ. ഗവൺമെന്റ് എന്ത് തീരുമാനിക്കുകയാണ്? ടെലികോം ഡിപ്പാർട്ട്മെന്റിലെ ഓഹരികൾ, ഷെയർസ് ആർക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു? സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ഇത് എന്തിന് ഉദാഹരണങ്ങളാണ്? നമുക്കറിയാം ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണോ, മെമ്മോറാണ്ടം ഓഫ് അണ്ടർടേക്കിംഗ് ആണോ, റീകൺസ്ട്രക്ഷൻ ആണോ, റീഹാബിലിറ്റേഷൻ ആണോ? സിമ്പിൾ ആണ്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് പൊതുമേഖലാ സംരംഭങ്ങളിലെ ഷെയർസ്, ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്തോളാം കേട്ടോ. ഇനി അടുത്ത ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്? ഇവിടെ 4 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ അല്ല, 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗിൽ വരുന്നത്? നമുക്കറിയാം ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത് ഒരു മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്നതാണ് അല്ലെ. ഒരു മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്നതായതുകൊണ്ടാണ് അതിനെ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കാം. എയർ ഇന്ത്യ, LIC, SBI, ഇന്ത്യൻ റെയിൽവേ. ഏതാണ് റൈറ്റ് ആൻസർ? സിമ്പിൾ അല്ലേ, ഇന്ത്യൻ റെയിൽവേ ആണ് അല്ലെ. റെയിൽവേ മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്നതാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, LIC ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻസ്, ഏത് പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ആണ് എന്നാണ് ചോദ്യം. മൾട്ടിനാഷണൽ കമ്പനി ആണോ, ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് ആണോ, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? നമുക്കറിയാം മൾട്ടിനാഷണൽ കമ്പനി അല്ല. അതേപോലെ തന്നെ നൺ ഓഫ് ദീസ് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്താക്കാം, ഇന്ന് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മന്ത്രാലയത്തിന്റെ കീഴിലാണ്. സോ ഏതാണ് ആൻസർ വരുന്നത്? സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് ആണ്, അല്ലെങ്കിൽ പബ്ലിക് കോർപ്പറേഷൻസ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇനി ഇതേപോലെയുള്ള അടിപൊളിയായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടായിരിക്കണം നിങ്ങൾ ഓണം എക്സാം എഴുതേണ്ടത്. സോ MCQ ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെഷനാണ്. അപ്പോൾ അത് മിസ്സാക്കരുത്. അപ്പോൾ ഇതേപോലെ എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഓണ പരീക്ഷയ്ക്ക് പോവേണ്ടത്. അപ്പോൾ എല്ലാവർക്കും അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.